ഗൾഫ് നാടുകളിലെ മലയാളികളും വിഷു ആഘോഷിക്കുകയാണ്. കൊന്നപ്പൂവും കണിവെള്ളരിയും ഒരുക്കി മലയാള തനിമയോടുകൂടി തന്നെയാണ് പ്രവാസിയുടെ വിഷു ആഘോഷം. മണ്ണിന്റെ മണമുണ്ട് വിഷുവിന്. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ പൊന്നിൻ കണിക്കൊന്ന പൂക്കും. നന്മയുടെ കാഴ്ചകളിലേക്ക് പ്രവാസിയും കണി കണ്ടുണർന്നു. കൊന്നപ്പൂവും കണിവെള്ളരിയും നവധാന്യങ്ങളും ഒരുക്കി മലയാള തനിമയോടെയാണ് പ്രവാസിയുടെ വിഷുക്കണി. വിഷുകാലത്ത് മറുനാട്ടിലിരുന്നു കൊണ്ട് ജന്മനാടിൻ്റെ ഗൃഹാതുരതയിലേക്ക് മടങ്ങുന്നു ഓരോ മലയാളിയും. കൊന്നപ്പൂവെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് പാക്കറ്റിലാക്കിയിട്ട് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. നല്ല നാട്ടിൽ കിട്ടുന്നവർ ഫ്രഷായിട്ടൊന്നും ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അവധിയില്ല, പടക്കങ്ങളില്ല, പൂത്തിരിയില്ല ഗൾഫിലെ വിഷുവിന്. പക്ഷേ നന്മയുടെ നല്ലൊരു കാലത്തേക്ക് മിഴി തുറക്കാൻ ഫ്ളാറ്റുകളിലും വില്ലകളിലും ഒത്തുകൂടും പ്രവാസി മലയാളി. കണി വെക്കുന്നത് എങ്ങനെയാണ്, കൈനീട്ടം കൊടുക്കുന്നു, അതൊക്കെ നമ്മൾ അവരെ ശീലിപ്പിക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെ പറ്റുന്നുള്ളൂ ഇവിടെ. എന്തായാലും കുട്ടികൾക്ക് പടക്കം പൊട്ടിക്കലൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. മുറ്റം കാണാത്ത, പാടം കാണാത്ത, തോട്ടവും തൊടിയും കാണാത്ത ഗൾഫിലെ കുട്ടികൾക്ക് വീട്ടിൽ വർഷത്തിലൊരിക്കൽ വിരുന്നെത്തുന്ന അപരിചിതമായ അനുഭവമാണ് വിഷുക്കണി. ക്യാമറമാൻ രതീഷ് കട്ടയിലേക്കൊപ്പം സനീഷ് നമ്പ്യാർ, റിപ്പോർട്ടർ, ദുബായ്.